സൂസിയുടെ കഞ്ചാവ് കൃഷി തൻ്റെ എസ്റ്റേറ്റിൽ നിന്ന് മാറ്റാനായി പറഞ്ഞതിന് ശേഷം വേറെ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചു കൊടുക്കാനായി സൂസി എഡ്ഡിയോട് പറയുന്നു. എഡ്ഡിയും അമ്മയും കൂടി ഒരു മരണത്തിന് പോകുന്നു. അവിടെ വെച്ച് മരിച്ച ആളുടെ മകനായ മാക്സ് എന്നൊരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുന്നു. ഒരുപാട് കടമൊക്കെയുള്ള താങ്കളെ രക്ഷിക്കാൻ ഒരു വഴി തൻ്റെ കൂടെ ബിസിനസ് ചെയ്യുന്നതാണെന്ന് എഡ്ഡി പറയുന്നു. തൻ്റെ എസ്റ്റേറ്റിൽ നിന്ന് കഞ്ചാവ് കൃഷി മാറ്റി ഇവരുടെ എസ്റ്റേറ്റിലേക്ക് മാറ്റാനാണ് എഡ്ഡി ഉദ്ദേശിക്കുന്നത്. മാക്സ് പറയുന്നു, താങ്കളുടെ ഒപ്പം ബിസിനസ് ചെയ്യണമെങ്കിൽ തനിക്ക് ഒരു സഹായം വേണമെന്ന്. അതായത് മാക്സിനെ ഒരാൾ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടെന്നും അവൻ്റെ കയ്യിൽ നിന്നും ഫയൽസ് തിരിച്ചു വാങ്ങി നൽകണമെന്നും മാക്സ് എഡ്ഡിയോട് ആവശ്യപ്പെടുന്നു. എഡ്ഡി അങ്ങനെ $5 ലക്ഷം ഫ്രാങ്ക് എന്ന എക്സ് ജേർണലിസ്റ്റായ ബ്ലാക്ക്മെയിലറെ കാണുന്നു. എന്നാൽ ഫ്രാങ്ക് ക്യാഷുമായി ഫയൽസ് നൽകാതെ കടന്നു കളയുന്നു. സൂസിയും എഡ്ഡിയും കൂടി ഫ്രാങ്കിനെ വീട്ടിൽ പോയി കാണുന്നു. ഫ്രാങ്കിനെ പിടിച്ച് മാക്സിൻ്റെ അടുക്കലേക്ക് വരുന്നു. അവിടെ വെച്ച് ഫ്രാങ്ക് മാക്സ് ഒരു നാസിയാണെന്നും ഹിറ്റ്ലറിൻ്റെ ഒരു ആരാധകനാണെന്നും പറയുന്നു. മാക്സ് തൻ്റെ രഹസ്യ അറയിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ നാസി കാലഘട്ടത്തിലെ വസ്തുക്കൾ ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു വസ്തുവായിരുന്നു ഹിറ്റ്ലറിൻ്റെ ടെസ്റ്റിക്കിൾ. അവിടെ വെച്ച് ഒരു ഷൂട്ട് ഔട്ട് ഉണ്ടാവുന്നു. ഫ്രാങ്കിനും മാക്സിനും പരിക്കേൽക്കുന്നു. മാക്സിൽ നിന്നും കോൺട്രാക്റ്റ് സൂസി ഒപ്പിട്ട് വാങ്ങുന്നു. എഡ്ഡിയെ സഹായിക്കാൻ വേലക്കാരൻ ജിയോഫുമായി അമ്മ ഒരു ഓപ്ഷന് പോകുന്നു. എസ്റ്റേറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷീപ്പ് ഫാം ഹൗസ് വിലക്കെടുക്കുന്നു. ഇതിനിടയ്ക്ക് ജിമ്മിയെ പറ്റിച്ച ഗബ്രിയല എസ്റ്റേറ്റിലെ ബങ്കറിനുള്ളിൽ കൃഷി കാണാൻ ജിമ്മി കൂട്ടിക്കൊണ്ടുവരുന്നു. അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവർക്ക് വിവരിച്ചു കൊടുക്കുന്നു.